Yes, welcome back to Aegon. Yes, sir. കുറച്ച് ഇമ്പോർട്ടന്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകണം. നന്നായിട്ട് വളരെ ക്വിക്ക് ആയിട്ട് നോക്കാം. എക്സാമിന് സമയം കളയാതെ 3 മാർക്ക് അടിച്ചടിച്ചെടുക്കാം. 3 മാർക്ക് റെഡിയാണ്. ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്ന ചോദ്യം സാറേ. A compound contain 4.07% hydrogen. Hydrogen percentage തന്നിട്ടുണ്ട് 24.27% carbon. കാർബൺ ഉണ്ട്. And 71.65% ക്ലോറിൻ. About 71% chlorine. 98.96 ആണ് മോളാർ മാസ്. മോളാർ മാസ് എംപിരിക്കൽ ഫോർമുലയും കാണണം, മോളിക്കുലർ ഫോർമുലയും കാണണം. ആദ്യം എലമെന്റ്സ് എഴുതുക, പെർസെന്റേജ് എഴുതുക, അറ്റോമിക് മാസ് എഴുതുക, റേഷ്യോ കാണുക, പെർസെന്റ് അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്യുക. യെസ്, പെർസെന്റ് അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്യുക. സിംപ്ലസ്റ്റ് റേഷ്യോ ആണ്. എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. എംപിരിക്കൽ ഫോർമുല ആക്കുക. എംപിരിക്കൽ ഫോർമുല കിട്ടി. അടുത്തതാ റൗണ്ട് സാർ നോക്ക്. ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് പെർസെന്റേജ് ആണ് 24.27. എല്ലാവരുടെയും പെർസെന്റേജ് എഴുതി, എല്ലാവരുടെ അറ്റോമിക് മാസ് എഴുതി, അവരവരുടെ പെർസെന്റേജ് അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്തു. അതിന് ചെറിയ നമ്പറോട് എല്ലാത്തിനും ഡിവൈഡ്. അതാണ് സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ. ഈ മൂന്നിലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാ നോക്കുക. 2.02, 4.07, 2.02. ചെറുത് 2.02 ആണ്. അപ്പൊ ഈ 2.02 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. അപ്പൊ 1 to 1 കിട്ടി. അപ്പൊ ഓൾ നമ്പറിന് നിയർ ആയിട്ടുണ്ടെങ്കിൽ ഓൾ നമ്പർ ആയിട്ട് റൗണ്ട് 1 to 1. ആ ഫോർമുലയുടെ പേരാണ് എന്ത്? എംപിരിക്കൽ ഫോർമുല. അപ്പൊ കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1, CH2Cl. എംപിരിക്കൽ ഫോർമുല മാസ് കാണാം സാറേ. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ പിന്നെ മോളിക്കുലർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക സാറേ? മോളിക്കുലർ ഫോർമുല മാസ് വേണ്ടേ? എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ മാസ് എടുത്താൽ മതി. കാർബൺ 12, ഒരു കാർബൺ 12, 2 ഹൈഡ്രജൻ 2, 2.1, അതുപോലെ ക്ലോറിന്റെ 35.5, 49.5 കിട്ടി. അതുപോലെ മോളാർ മാസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 98.96. അപ്പൊ നമുക്ക് ആ n കണ്ടുപിടിക്കാം. n എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പൊ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടി. ഈ n ആണ്, n ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് എന്ത്? മോളിക്കുലർ ഫോർമുല. So molecular formula is equal to n into empirical formula. Yes. അത്രേ ഉള്ളൂ. അപ്പോൾ 2 into CH2Cl, it is C4H4 C4 C2H4Cl2. Ready. അടുത്ത. Yes sir. Yes, next question. What are the observations made by Rutherford in alpha ray scattering experiment? Observation and conclusion പറഞ്ഞേക്കാം. Most of the alpha particle pass through the foil without making any deflection. That means most of the space in an atom is empty. Some of the alpha particles deflected with some angle. കുറച്ച് alpha particles. Small angles. That indicates the presence of a positive center. Positive center. Which is called nucleus. Very small alpha particle deflected back in a rect linear path about 180 degree. Yes. Which means the size of the positive center is very small. അതായത് വലിയ ആറ്റത്തിനുള്ളിൽ ചെറിയ സൈസ് ആണ് എന്തിരിക്കുന്നത്? ന്യൂക്ലിയസ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ വെച്ച പോലെ. ഫുട്ബോൾ ആണ് ന്യൂക്ലിയസ്, ഗ്രൗണ്ട് ആണ് ആറ്റം. റെഡിയാണ്. അടുത്ത സാർ. Write the postulates of VSEPR theory. Valence electron pair repulsion theory postulate ആണ് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ geometry depends on number of bond pairs and lone pairs around the central atom. Yes. And electron pairs try to stay as far apart as possible to acquire a state of minimum repulsion. അതായത് മിനിമം റിപ്പൾഷൻ അക്വയർ ചെയ്യാൻ വേണ്ടി അവർ മിനിമം എന്ത് ചെയ്യാ? പിന്നെ ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ which is greater than bond pair repulsion. Clear അല്ലേ? അതെന്നെ മതിയല്ലോ അല്ലേ? 3 പോയിന്റ്. number of electron pairs around the central atom in a molecule will determine the geometry of molecule. Yes. These electron pairs are arranged itself in space in such a way as to get minimum repulsion and maximum stability. Yes sir. And the order of repulsion LP repulsion stronger than LP-BP which is stronger than BP. Yes, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സാർ. ഇത് അടിപൊളി പോസ്റ്റ്ലേറ്റ് അവിടെ. Define lattice enthalpy. പറഞ്ഞു ലാറ്റിസ് എന്തൽപി സാർ ഡിഫൈൻ ചെയ്തു. The energy required to break അല്ല energy required to separate a 1 mole solid ionic compound into its gaseous constituent. It's the amount of energy released എന്ന് പറയാൻ പറ്റും അല്ലേ? ഫോർമേഷൻ ആണ് റിലീസ്ഡ്. ഫോർമേഷൻ ആണെങ്കിൽ റിലീസ്ഡ് എന്ന് പറയാം. പിന്നെ the resultant dipole moment of NS3 തന്നിട്ടുണ്ട് is greater than that of NF3 in spite of higher electronegativity of fluorine atom explained. That means NF3 ൽ cancellation ഉണ്ട്, NS3 ൽ cancellation. സാർ പിക്ചർ വരയ്ക്കണ്ടല്ലോ. ഒന്ന് വരച്ചാൽ സാർ. വരച്ചാൽ കുറച്ച് ഈസി ആണ്. അതിലുണ്ട് സാർ. ഓക്കേ. NS3 ലാകുമ്പോൾ ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ലോൺ പെയർ മൊമെന്റ് ഒരേ ഡയറക്ഷൻ ആണ്. അതായത് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് നൈട്രജൻ ആയതുകൊണ്ട് എല്ലാ ഇലക്ട്രോൺസും ആരത്തേക്ക് മൂവ് ചെയ്യും? നൈട്രജനിലേക്ക് മൂവ് ചെയ്യും. എല്ലാ വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റും ലോൺ പെയർ ഡൈപോൾ മൊമെന്റും സപ്പോർട്ടിംഗ് ആണ്. ഒരേ ഡയറക്ഷനാണ് മൂവ്. ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ സപ്പോർട്ടിംഗ് ആണ്, കൂടിക്കോളും. എല്ലാ വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്ന വെക്ടേഴ്സ് ആഡ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അതുപോലെ ഇവിടെ ലോൺ പെയർ ഡൈപോൾ മൊമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബോണ്ട് മൊമെന്റ്. ലോൺ പെയർ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലാണ് ആ ലോൺ പെയറിന്റെ വെക്ടർ away from the central atom അല്ലേ? ഓക്കേ. ഇവിടെ ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ബോണ്ട് മൂവ്മെന്റ്സ് ഉള്ളത്. ബോണ്ട് മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ലോൺ പെയർ മൊമെന്റിനെ എഫക്റ്റീവ്ലി ക്യാൻസൽ ചെയ്യുന്ന ഒരു എഫക്റ്റ്. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് പാർഷ്യൽ ക്യാൻസലേഷൻ. അപ്പോൾ അവിടെ വാല്യൂ കുറഞ്ഞു പോകും, ഇവിടെ വാല്യൂ കൂടി വരും. ജസ്റ്റ് ഈ ഡയഗ്രം വരച്ചമാണ്. NS3 ൽ എന്താ ഈ ഡയഗ്രം വരയ്ക്കുക? NS3 ൽ എല്ലാ വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. NF3 ന്റെ കേസിൽ എന്താ? ക്യാൻസലേഷൻ ഉണ്ട്. റൈറ്റ്. The lone pair movement supports the bond movement. Yes. But opposes. Okay, ready. Ready? Yes, sir.
What is bond order of a molecule? ബോണ്ട് ഓർഡർ നമ്പർ ഓഫ് ബോൺസിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ. ഹാഫ് ഇൻറ്റു NB മൈനസ് NA കാണാൻ പറ്റും. How the bond order of a diatomic molecule is related to its bond length? Bond order and bond length are inversely proportional. Bond order കൂടിയാൽ bond length കുറയും. സിമ്പിൾ. ഇൻവേഴ്സ് റിലേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബോണ്ട് as bond order increases, bond length decreases. അടുത്ത് calculate the bond order of F2 molecules ആണെന്ന് കാണാം. സർ F2 ൽ എത്ര ഇലക്ട്രോൺസ്? 18 ഇലക്ട്രോൺസ്. F ൽ 9, അപ്പോൾ F2 പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ്. അപ്പോൾ കോൺഫിഗറേഷൻ ഏതാ സാറേ? സിഗ്മ 1s, sigma 1s2, sigma star 1s2, yes, sigma star 1s2, sigma 2s, sigma 2s2, sigma star 2s2, പിന്നെ ആരാ? sigma 2pz2, yes, then pi 2px2, pi 2px2, pi 2py2. അത് ഈക്വൽ അല്ലേ സാറേ? അതെ. then എനർജി ഈക്വൽ ആണ് സാറേ. ഓക്കേ അല്ലേ? ഓക്കേ. pi star 2px2, pi star 2py2. ഇത്രയാണ് വരിക. ഇത്രയാണ്. Yes. 18 ഇലക്ട്രോൺ. നമ്പർ ഓഫ് ഹാഫ് ഇൻറ്റു NB മൈനസ് NA. അപ്പോൾ ബോണ്ട് ഓർഡർ കാണാനുള്ള ഫോർമുല എന്തായിരിക്കും സാറേ? ഹാഫ് ഇൻറ്റു NB മൈനസ് ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്യൂൾ. അതാണ് സ്റ്റാർ ഉള്ളതാണോ സ്റ്റാർ ഇല്ലാത്തതാണോ? സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റ്. സ്റ്റാർ ഇല്ലാത്ത എത്ര ഉണ്ട് സാറേ? 2 4 6 8 10. സ്റ്റാർ ഉള്ളത് എത്ര ഉണ്ട്? 2 4 8 6 8. 10 minus 8 2 by 2 1. ബോണ്ട് ഓർഡർ 1. 2 by 2 1. എന്നാൽ ഫ്ലോറിനിൽ ഒരു സിംഗിൾ ബോണ്ട് ആണെന്നാണ് അതിന്റെ അർത്ഥം. റെഡി. ഫ്ലൂറും തമ്മിൽ സിംഗിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ ഫ്ലൂറും തമ്മിൽ സിംഗിൾ ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. റെഡി അല്ലേ സർ? ഡിഫൈൻ ഹൈബ്രിഡൈസേഷൻ. പ്രോസസ് ഓഫ് intermixing of atomic orbital belong to the same atom, form new orbital which having nearly same energy and same symmetry. Yes sir. That orbitals are known as hybrid orbitals. And phenomenon is known as hybridization. Clear അല്ലേ? Match the following. SP എന്ന് പറയുമ്പോൾ എവിടേക്ക് മാച്ച്? SP ആണെങ്കിൽ അതിന്റെ ലീനിയർ. sp2 trigonal planar ആണ്. sp2 trigonal planar. sp3 tetrahedral ആണ്. sp3 tetrahedral. sp3 trigonal bipyramidal ആണ്. sp3 d2 ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇടാം. octahedral ആണ്. octahedral ഇവിടെ ഇല്ല. sp3 d2 ഇല്ല. അപ്പോൾ ഓക്കേ അല്ലേ? റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ സാറേ? റെഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് സർ. Given the criteria for the spontaneity of a process in terms of Gibbs free energy change. Delta G is equal to delta H minus T delta S and delta G negative ആണെങ്കിൽ reaction spontaneous ആണ്. When delta G is negative, reaction is spontaneous. Delta G positive reaction non spontaneous ആണ്. Delta G 0 ആണെങ്കിൽ reaction is at equilibrium. Equilibrium ആണ്. Clear അല്ലേ? delta G വെച്ച് പറയാൻ പറ്റും. Yes sir. Find the temperature above which the following reaction becomes spontaneous. അത് magnesium oxide കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് magnesium കാർബൺ മോണോക്സൈഡുമായി മാറുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. സാർ നമ്മുടെ ഫോർമുല എന്തായിരുന്നു സാറേ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു delta G equal to delta H minus T delta S. Delta G is equal to delta H minus T delta S. Delta G equal to delta H minus എന്താ സാറേ? T delta S. Delta G 0 എന്ന ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അതിന് 0 എന്ന ടെമ്പറേച്ചർ കണ്ടാൽ ലിമിറ്റിംഗ് പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 0 equal to delta H minus T delta S. അതിന്റെ അടുത്ത് ആ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആവുന്നല്ല. അല്ല, above the temperature reaction becomes spontaneous. T delta S equal to ആര്? delta H. delta H. ആ ടെമ്പറേച്ചർ ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? delta H by delta H by delta S. റെഡി ആണ്. ഓക്കേ അല്ലേ? യെസ്. delta H ഉണ്ടല്ലോ. എത്ര delta H സാറേ? delta H 490 കിലോ ജൂൾ. 490 ന് 10³ കൊടുത്തേ സാറേ. അതാണ് അവിടുത്തെ 490 ന് 10³ കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റണം. കാരണം എന്തിയാ എൻട്രോപ്പിയുടെ യൂണിറ്റ് ജൂളാണുള്ളത്. ജൂളാണല്ലോ. താഴെ 190. അത് ചെയ്താൽ ടെമ്പറേച്ചർ കിട്ടും. Above the temperature reaction becomes spontaneous. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ സാർ. ഓക്കേ, റെഡി ആണ്. Define pH of a solution. വളരെ pH is equal to minus log H plus is equal to pH. അശ്വിം സാർ ഏറ്റവും ഈസി ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ആണ് മൈനസ് ലോഗ് H plus. ക്ലിയർ അല്ലേ? pH 7 ആണെങ്കിൽ സൊല്യൂഷൻ ന്യൂട്രൽ. pH less than 7 സൊല്യൂഷൻ acidic. pH greater than 7 സൊല്യൂഷൻ basic. 0.0 at 25 degree. At 25 degree. Remember നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ not the point. At 25 degree. 25 തന്നെയാണ് സാർ കാൽക്കുലേഷൻ. ഇതിൽ ഇയാളുടെ pH കാണാൻ പറഞ്ഞിട്ടുണ്ട്. H plus ന്റെ കോൺസെൻട്രേഷൻ 0.01. ഒരു HCl ഒരു H plus അല്ലേ കിട്ടുക? അപ്പോൾ എത്ര HCl ഉണ്ടോ അത്ര H plus കിട്ടും. അത്ര H plus ന്റെ അളവ് സെയിം അല്ലേ വരിക? 0.01. പക്ഷേ H2SO4 ആണ് ഡബിൾ വരും. രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ 10 raised to minus 2 എഴുതി കൂടെ? യാ, log 10 raised to minus 2. ഓക്കേ, അപ്പോൾ pH എന്ത് തോന്നുന്നു സാർ? minus log 10 raised to minus 2. minus log H plus ആണ്. minus log 10 raised to minus 2 ആണ്. യെസ് സാർ. minus log 10 raised to minus 2. ഒരു കാൽക്കുലേറ്റർ അടിച്ചോളൂ. അതിന്റെ ആൻസർ 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആണ്. കുറെ ക്വസ്റ്റ്യൻ നമ്മൾ 3 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ 3 മാർക്കിന്റെ ചെയ്തിട്ടുണ്ട്. ഓക്കേ അല്ലേ? റെഡി അല്ലേ? യെസ് സാർ. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കേ.